ഹലോ, ഇന്നത്തെ എൻ്റെ ഉച്ചയൂണിന് എന്തൊക്കെയാണെന്ന് കണ്ടാലോ. ഇന്ന് ചക്ക വേവിച്ചതുണ്ട്, തൈരുണ്ട്, പിന്നെ ഇച്ചിരി ചിക്കൻ്റെ ചാറ്, ഒരു 2 കഷ്ണം, അതുപോലെ മീനച്ചാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടിയാണ് ഞാൻ ഇന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ പോകില്ല, കഴിക്കാൻ പോകുന്ന സമയത്ത് തന്നെ ഇരുന്നോന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണ് കറികളും കൂട്ടാനുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുമോ സുഹൃത്തുക്കളെ. അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പം ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ കറണ്ടൊക്കെ ഇല്ല, ഇപ്പം എല്ലായിടവും മഴയും കാറ്റും ഒക്കെ അല്ലേ. അപ്പം അതുകൊണ്ട് കറണ്ട് എല്ലാം കട്ടാകും. ഇപ്പം ഇൻവേർട്ടർ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലുള്ള വെട്ടങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക, വിളക്ക് കത്തിച്ചൊക്കെ വെക്കുകയൊക്കെ വേണം, മെഴുകുതിരി കത്തിക്കുകയൊക്കെ വേണം. അപ്പം കൂടുതൽ നമുക്ക് ക്ലാരിറ്റി കിട്ടത്തില്ലല്ലോ. എന്നാലും നിങ്ങളെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഭയങ്കര ആശ്വാസമുണ്ട്, ഒരുപാട് സന്തോഷം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കറികളെന്നൊക്കെ പറയുന്നത്. ചക്ക തിന്നു കഴിഞ്ഞാൽ അപ്പം വയറുവേദനയാവും, പക്ഷേ എങ്കിലും കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും തൈരും ചിക്കൻ്റെ ചാറും ഇതെല്ലാം കഴിക്കാം. കുറച്ച് തൈരും കുറച്ച് ചക്ക വേവിച്ചതും പിന്നെ മീനച്ചാറിൻ്റെ ഒരു പീസും എല്ലാം കൂടെ വെച്ച് കഴിക്കാം. കാലത്തെ കുട്ടിയോട് ചോറ് വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്നായിരുന്നു പറഞ്ഞത്. അപ്പം ഞാൻ തിന്നുന്ന കണ്ടപ്പം അവൾക്കും വേണം. ഒരു വാക്കാർക്ക് കുട്ടിയും കൊടുക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്ന് എൻ്റെ ഉച്ചയൂണിൻ്റെ കറികൾ. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കൂട്ടുകാരെ. നല്ലൊരു വീഡിയോസായിട്ട് വീണ്ടും വരും. ടാറ്റാ.